ഹായ് ഹലോ, എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കേട്ടോ. നമ്മളിപ്പോൾ കണ്ടിട്ട് കുറേ കാലമായതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ലോങ് വീഡിയോ ഇടുന്നത്. നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും എല്ലാം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഉണ്ടാവണം. ഈ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ഓർത്തിട്ട് ചെയ്യുന്നതല്ല, എന്നിരുന്നാൽ കൂടി അവരുടെ വീഡിയോസ് റെഗുലർ ആയിട്ട് എനിക്ക് നോട്ടിഫിക്കേഷൻ പുതിയ വീഡിയോ വരുമ്പോൾ ഞാൻ അവരുടെ എല്ലാ വീഡിയോസും ഞാൻ കേൾക്കാറുണ്ട്. ആരുടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇപ്പം യൂട്യൂബ് ഫുള്ള് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് നജില ഷാനിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അവരുടെ ജീവിതം എങ്ങനെയൊക്കെ ആകിത്തീരാൻ അവർ തന്നെയാണ് കാരണം. വീഡിയോയ്ക്കുള്ളിലേക്ക് പോകാം എന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ഇങ്ങനെ പോണുണ്ട്. പിന്നെ വേറെന്താണ്, മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ചുമ കുറവില്ല, മക്കൾക്ക് 3 പേർക്കും ചുമ കുറവില്ല. നമ്മളെ ഈ വീടും മരങ്ങളെല്ലാം മുറിച്ചിട്ടാണ് വീട് വെച്ചത്. അപ്പോഴീ രാത്രി കിടക്കുമ്പോൾ ഈ കുട്ടികൾ വിയർത്തങ്ങ് ഒഴിവൊക്കെ. ദൈവം അനുഗ്രഹിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാട്ട് നല്ല രീതിക്ക് പോട്ടെ. നല്ല രീതിക്ക് പെരുന്നാളൊക്കെ ആഘോഷിക്കാൻ ഒരു ആരോഗ്യ ഭാഗ്യം തരട്ടെ എന്ന് തന്നെ ഞാൻ പറയുന്നു. 3 മക്കൾക്കും ചുമയൊക്കെ മാറി റെഡിയായി വരട്ടെ. കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് ആർക്കും അസുഖങ്ങളൊന്നും മാറാത്തത്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സുഖേടൊക്കെ പോട്ടെ എന്ന് ഞാനും നിങ്ങളോട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇടാൻ തന്നെ കാരണം ഇവരിപ്പോൾ പറഞ്ഞായിരിക്കില്ല, പിന്നെ പറയുക. അടുത്ത വീഡിയോയിൽ നിങ്ങൾ കണ്ടോളാണ്ടി. ഞാൻ ഓരോ ഷോർട്ടായിട്ടാട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. അടുത്ത വീഡിയോ കണ്ടു നോക്കിയാൽ ഞങ്ങൾക്കറിയാം അവർ വേറെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവും. പോയി നോക്കാം. അങ്ങനെയൊക്കെ ഉള്ളൊരു കണ്ടീഷനാണ്. പിന്നെ ഇന്നലത്തെ വീഡിയോസ് ഒരുപാട് കമൻറ്റുകൾ കണ്ടു, നല്ല കമൻറ്റും ചീത്ത കമൻറ്റും ഒക്കെ കണ്ടു. അതൊന്നും കമൻറ്റൊന്നും അല്ല എൻ്റെ ജീവിതം. അപ്പോൾ അതൊന്നും ഞാൻ പറഞ്ഞില്ലേ, ഒരു തെങ്ങിലും തൊടൂല ഏണിയിലും തൊടൂല, ഇതിന് രണ്ടിനും നടുക്ക് കിടന്നിട്ടാണ് തുഴയുക. ഇത്തിരി മുന്നേ വരെ പറഞ്ഞു മക്കൾക്ക് സുഖമല്ല, ചുമയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്ക് പോകുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുന്നത് എന്തൊക്കെയോ ബാഡ് കമൻ്റ് ഇടുന്നു. സോഷ്യൽ മീഡിയ ആണെങ്കിൽ കമൻ്റ് ഇടും. നിങ്ങൾ ഇട്ട് കൊടുത്തിട്ടല്ലേ ഞങ്ങൾ കമൻ്റ് ഇടുന്നതും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതും. അതിന് നിങ്ങൾ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ഇട്ട് തരുന്നതുകൊണ്ട് ഞങ്ങളത് റിയാക്ഷൻ വീഡിയോസായിട്ടും അല്ലാണ്ടും ഒക്കെ കമൻറ്റിന് നിങ്ങൾ പറയുന്നതിനുള്ള റിപ്ലൈ അല്ലേ തരുന്നുള്ളൂ. അല്ലാതെ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചുമ്മാ ഇരുന്നാൽ നിങ്ങളെക്കുറിച്ച് അധിക്ഷേപിക്കാൻ ഞങ്ങൾ ഒരിക്കലും വന്നിട്ടില്ല. ഒന്നെങ്കിലും ഒരിടത്ത് നിന്ന് സ്ഥിരതയോടെ സംസാരിക്കുക. അള്ളാഹു എനിക്ക് 4 മക്കളെ തന്ന് കുഞ്ഞുള്ള കാര്യമാണ് അറിയണം. അതിൽ ഒരാളെ എനിക്ക് അള്ളാഹു തിരിച്ചെടുത്ത് ഒരു കുഞ്ഞിന് വേണ്ടി കൊതിച്ചു. അള്ളാഹു എനിക്കിപ്പോൾ 3 കുഞ്ഞുങ്ങളെ തന്നു. ആണിനും പെണ്ണിനും തന്നു. അൽഹംദുലില്ലാ. പിന്നെ നജില ഷാൻ, ഇനി നീ ഒരു വിവാഹം ചെയ്യുമോ എന്നൊക്കെ എന്തൊക്കെയോ കമൻറ്റ്. ഒന്നും വിചാരിക്കരുത്, ഞാനും ഒരു പെണ്ണാണ്. ഇത്തന്നെ ഞാൻ അധിക്ഷേപിക്കുകയൊന്നുമല്ല. ആരും തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, ഞാൻ പോലും ഉണ്ടാവില്ല. എന്നിരുന്നാൽ ഇത്തക്ക് ഇനിയും കല്യാണം വേണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കും. ഒന്നിനെ 4 കെട്ടിയില്ലേ, ഇനിയെങ്കിലും വേണ്ട. എന്തിനാണ് ഓരോ കുട്ടികൾക്ക് ജന്മം കൊടുത്ത് അവരെയും കൂടി ഭൂമിയിലേക്കിട്ട് നരയിപ്പിക്കുന്നത്? ഒന്നുണ്ടെങ്കിൽ കൂടി അതിനെ നമ്മൾ നല്ല രീതിക്ക് വളർത്തിയെടുക്കാൻ നോക്കുക. 4 കെട്ടിയില്ല, ഇനിയും നമുക്ക് ഈ കെട്ടൽ മതിയായിട്ടില്ല. കല്യാണത്തിനെക്കുറിച്ചും ഒന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഉള്ള 4 മക്കളെ നല്ല രീതിക്ക് നോക്കി നല്ല രീതിക്ക് വളർത്തി അവർക്കൊരു അന്തസ്സോടെ ഒരു ജീവിതമാക്കി കൊടുക്കാൻ നോക്ക്. എന്നിട്ട് പറ. ചിലപ്പോൾ നിങ്ങളെൻ്റെ നന്മ കാണില്ല, തിന്മ മാത്രമേ കാണൂ. അതൊക്കെ പോട്ടെ, അവിടെ ഇരിക്കട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ എനിക്ക് ഈ കുഞ്ഞിന് ഒരുപാട് കമൻറ്റ് വന്നു. എന്തായാലും ഞാൻ 20-ാം തീയതി ഹോസ്പിറ്റലിൽ പോണ ദിവസമാണ്. അള്ളാഹു ഹൈറാക്കി തരുവാണെങ്കിൽ അതേപോലെ, അള്ളാഹു എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ. എൻ്റെ മനസ്സ് ഇപ്പോഴും വെള്ളക്കടലാസ് പോലെയാണ്. ഞാൻ എന്ത് ചെയ്യും? എല്ലാവരെയും ഉപേക്ഷിച്ചു, ഇക്കാരെ കൂടെ ജീവിച്ചു. ആണിനെയും പെണ്ണിനെയൊക്കെ തന്ന ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അവരെയൊക്കെ നല്ല രീതിക്ക് പോറ്റിയെടുക്കുക. വയറ്റിലുള്ള കുഞ്ഞിനെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനാകത്തില്ല. അത് ദൈവാനുഗ്രഹത്തോടു കൂടി ഭൂമിയിൽ വന്നിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ. ഇനി ഒരു ജീവിതം തേടി പോകാണ്ട് ഉള്ള ആളെ നല്ല രീതിക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഷാനിക്ക അങ്ങനെയാണ്, ഷാനിക്ക എങ്ങനെയാണ്, കുടിക്കത്തില്ല, ഞാൻ സ്നേഹം കൊടുത്താൽ മതി എന്നൊക്കെ. അതുപോലെ തന്നെ ഇത്തിരി സ്നേഹിച്ച് നോക്ക്. എങ്ങനെയെങ്കിലും നന്നാവുകയാണെങ്കിൽ അങ്ങനെയെങ്കിലും നന്നായി നല്ല രീതിക്ക് ജീവിക്കട്ടെ. ഞാൻ ഇത്രയ്ക്ക് എതിരായിട്ടല്ല. ഒന്നെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാൽ നിങ്ങൾക്കൊരു വരുമാനം കിട്ടത്തില്ലായിരിക്കാം. എന്നിരുന്നാൽ കൂടി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പബ്ലിക്കിൽ വന്ന് പറയാതിരിക്കുക. ഇത്രയും നശിച്ച് നാരായണക്കല്ലിൽ നിന്ന് ഞാനൊരു വ്യക്തിത്വം, ഒരു വ്യക്തിയാക്കി മാറ്റിയെടുത്ത് കേസുകളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ അൽഹംദുലില്ലാ ഹൈറായ രീതിയിലെടുത്ത്. എന്തിൻ്റെ കുറവായിരുന്നു?
മദ്യം ആ കുടിച്ച് നയിക്കുന്ന തലച്ചോറിനെ നശിപ്പിക്കുന്ന സമയമല്ല. പിന്നെ ഈ ഇക്കായെ സംബന്ധിച്ചിടത്തോളം കുടിച്ചാൽ ക്രിമിനലിസമാണ്. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ കുടിക്കാൻ ഞാൻ സമ്മതിക്കാറില്ല. ഞാൻ എപ്പോഴും സ്നേഹത്തിലും കരുതലിലുമാണ് നടക്കുന്നത്. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നെജി എന്നെ ഒരു മോനെ. നിങ്ങളുടെ ഉമ്മ എന്തെന്നായിരുന്നു പറഞ്ഞത്? കുടിയാനായ ഒരാളുടെ ഒപ്പം നീ പോകരുത്, നിൻ്റെ മക്കളെയും വെച്ച് ഇവിടെ ജീവിക്കുകയെന്നത് പറഞ്ഞതല്ലായിരുന്നു. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പോയി ജീവിച്ചതല്ലേ. പിന്നെ എന്നിട്ട് നിങ്ങൾ എന്തിനാ ഇത് സോഷ്യൽ മീഡിയ എന്ന് പറയണം? ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു വയറ്റിലൊരു കുട്ടിയുണ്ട്, വേറെ എക്സ്ട്രാ 3 മക്കളും ഉണ്ട്, 4 മക്കളോ 3 മക്കളോ എന്തോ ഉണ്ട്. ഇവർക്കിപ്പോൾ ആരുണ്ടെന്ന് നോക്കാൻ? നിങ്ങൾക്ക് വയ്യാണ്ടായൊരു നേരം കിടന്നിട്ടുണ്ടെങ്കിൽ ഈ മക്കളെ നോക്കാൻ നിങ്ങളുടെ ഉപ്പയും ഉമ്മയും വേണ്ടേ അടുത്ത്? ഉമ്മ പറയുന്നെങ്കിലും കേട്ടുകൂടായിരുന്നോ? എത്രയായാലും പെറ്റമ്മ നിങ്ങളെ ചതിക്കൂല എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു? അത്രയ്ക്ക് നിങ്ങളെ പോറ്റിയവരായിരിക്കില്ല. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ? നല്ല പോലെ ആയി വരുവേണമെന്നുണ്ടെങ്കിൽ മക്കളെയൊക്കെ സന്തോഷമായിട്ട് നോക്കി പാപ്പാരൊരു സ്നേഹവും കരുതലും കൊടുത്ത് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ വരാം. ഇല്ലേ കുടിച്ച് ആഭാസനായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണം. എൻ്റെ കണ്ണു മുമ്പ് ഒരിക്കലും വരരുത്. പിന്നെ കുഞ്ഞ് അൽഹംദുലില്ലാ അള്ളാഹു എന്താണ് വെച്ചിരിക്കുന്നത് അത് ഞാൻ ഇരു കൈയിൽ നിന്നിട്ട് സ്വീകരിക്കാൻ. ലാസ്റ്റ് പറഞ്ഞത് നല്ല തീരുമാനം. കുടിച്ച് ആഭാസനായിട്ട് നടക്കുന്ന ആൾ ഒന്ന് നമുക്ക് ക്ഷമിക്കാൻ, 2 ക്ഷമിക്കാം, 3 വട്ടത്തിൽ കൂടുതൽ ഒരാൾക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഭൂമിയോളം ക്ഷമിക്കാൻ കഴിവുള്ളതാണ് ഒരു സ്ത്രീ. പക്ഷെ അത്ര അധികം മേലെ നമ്മളിട്ട് ദ്രോഹിച്ചാലും നമുക്ക് സഹിക്കാനാവില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ എന്താണ്? കുടിയാനാണോ? നിങ്ങൾക്ക് പറ്റുന്നില്ലേ? നിങ്ങൾ മക്കളെയും കൊണ്ട്, നിങ്ങൾക്ക് പെൺകുട്ടിയുണ്ട്, വേറെ 2 എക്സ്ട്രാ മക്കളുണ്ട്, ഇപ്പോൾ വയറ്റിൽ ഒന്നുണ്ട്. ഇറ്റളൊക്കെ നോക്കണം, നിങ്ങൾ തന്നെ അധ്വാനിക്കണം. എന്തേലും ജോലിക്കും വേലയ്ക്കും പോയി എല്ലാ മക്കളെയും നല്ല രീതിക്ക് ഒറ്റയ്ക്കായിട്ട് വളർത്തി അന്തസ്സോടെ എല്ലാവരുടെയും മുന്നിൽ നിൽക്കുക. വീഡിയോ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എന്തെങ്കിലും നിങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോ കാണാൻ സാധ്യതയുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ക്ഷമ ഞാൻ പറയുന്നു. എൻ്റെ കഴിവുകേട് കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്, ഒന്നും വിചാരിക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.